ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ യൂട്യൂബ് ചാനലിലെ രണ്ടാമത്തെ വീഡിയോസാണ് നമ്മളിപ്പോൾ എടുക്കുന്നത്. അപ്പം എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, നമുക്ക് റാത്തായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇപ്പം ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ ലീവുള്ളതുകൊണ്ടിട്ട് തന്നെ നാളത്തെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അഡ്രസ്സ് എഴുതിങ്ങാണ്ടൊക്കെ സെറ്റാക്കി വെച്ച് ആയിട്ടാണ്. പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയിലൊരു വീഡിയോ എടുത്ത് നമ്മൾ വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ ആൾക്കാർക്കുള്ളൊരു സംശയമാണ്, എന്താണ് മൈഗ്രെയിനിൻ്റെ തലവേദന എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അങ്ങനെ ഒരുപാട് ആൾക്കാർക്കുള്ള സംശയങ്ങളുണ്ട്. മൈഗ്രെയിൻ്റെ തലവേദന എന്ന് പറഞ്ഞാൽ ബസ്സിൽ യാത്ര ചെയ്താൽ, തീച്ചൂട് തട്ടിയാൽ, വെയിൽ കൊണ്ടാൽ, സ്പ്രാൻഡ് അങ്ങനത്തെ ഒക്കെ സ്മെല്ല് അടിച്ചാൽ, പിന്നെ അതുപോലെ വെളിച്ചം തട്ടിയാൽ, ഉറക്കൊഴിച്ചാൽ, ടെൻഷൻ കയറിയാൽ, അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന തലവേദനകളാണ് മൈഗ്രെയിൻ തലവേദന എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച ഈ മൈഗ്രെയിൻ തലവേദന ഇന്നെപ്പോലെ ഒരു 10% ആൾക്കാർക്ക് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്. പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 10% ആൾക്കാർക്കല്ല, ഒരു 85-90% ആൾക്കാർക്ക് തന്നെ പറയണം ഈ മൈഗ്രെയിൻ തലവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ മൈഗ്രെയിൻ തലവേദന എന്താണെന്നുള്ളത്. പിന്നെ മൈഗ്രെയിൻ തലവേദനയ്ക്ക് പൊതുവെ ഒരു മരുന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളൊക്കെ ഒരുപാട് ചികിത്സ ഇംഗ്ലീഷ് മരുന്നിൽ ചെയ്തിട്ടുണ്ട്, ഹോമിയോയിൽ ചെയ്തിട്ടുണ്ട്, ആയുർവേദത്തിൽ ചെയ്തിട്ടുണ്ട്, ഒന്നുകൊണ്ടും ഒരു മാറ്റം കിട്ടിയിട്ടില്ല. പിന്നെയാണ് നമ്മൾക്ക് ഈ എണ്ണ എന്താണ് അൽഹംദുലില്ലാ പടച്ചോൻ്റെ ഒരു കുതിരത്തുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടുപിടിച്ചതും പിന്നെ ഇതാണിപ്പോൾ യൂസ് ചെയ്തും കൊണ്ട് നിൽക്കുന്നതും. അപ്പം നിങ്ങൾക്കും ഒക്കെ എല്ലാവർക്കും രോഗമുള്ളവർക്കൊക്കെ മാറണം എന്നുള്ളൊരു ഇത് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ എണ്ണ ഇറക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ നമ്മളെ ബിസ്മി മൈഗ്രെയിൻ റിലീഫ് ഓയിൽ ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക. നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മൾക്ക് കഴിയണത് അത്രയും പെട്ടെന്ന് നമ്മൾ നിങ്ങൾക്ക് സാധനം എത്തിച്ചു തരുന്നതാണ്. കാരണം നമ്മൾ പോസ്റ്റ് വഴി ഇന്നിപ്പം പോസ്റ്റുള്ള ദിവസം, അതായത് തിങ്കളാഴ്ച നമുക്ക് പോസ്റ്റ് വഴി 11 മണിക്കാണ് വിടണമെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് ചൊവ്വാഴ്ച നമ്മൾ അതേ 11 മണിയാകുമ്പോഴത്തേന് അവിടുന്ന് അങ്ങോട്ടുള്ള എല്ലാ ഓർഡറുകൾക്കും പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കും. അത് ഇനി ഒരു കൊറിയർ മാത്രം അയക്കാനുള്ളെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു കൊറിയർ ആയാലും പിറ്റേന്ന് തന്നെ വിട്ട് കൊടുക്കട്ടോ. പിന്നെ വൈകിക്കൊന്നുമില്ല. പിന്നെ പോസ്റ്റ് വഴിയാകുമ്പോൾ എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഡിലേ ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളിവിടുന്ന് കഴിയണതും നമ്മളെ കൊണ്ട് കഴിയണ അത്രയും. ഇപ്പം ഇന്നലെ ഞായറാഴ്ച അല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഓർഡറും കാര്യങ്ങളും അപ്പം ഇനിയിപ്പോൾ ഈ കുപ്പിയും കൂടി ഒന്ന് പാക്കിങ് ചെയ്യാണ്ട് ഓർഡറും ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര പാക്കിങ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ബുദ്ധിമുട്ടും മൈഗ്രെയിൻ കൊണ്ട് അനുഭവിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ എണ്ണ ഒരു പരിഹാരമാണ്, ശാശ്വത പരിഹാരമാണ് നമ്മളെ ഈ ബിസ്മി മൈഗ്രെയിൻ എണ്ണ. അപ്പോൾ നിങ്ങൾ അറിവിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ നിങ്ങൾ പിന്നെ ഇത് പറഞ്ഞു കൊടുക്കുക. നമ്മളെ ഈ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് ആൾക്കാർ കണ്ടു പോകുന്നുണ്ട്, പക്ഷേ ആരും കുറച്ച് ആൾക്കാർ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട്. കാരണം ഞാനിതുപോലൊരു സോഷ്യൽ മീഡിയയിലൊന്നും വന്നിട്ടുള്ള ഒരാളല്ല, അതുകൊണ്ടിട്ട് അതിൻ്റേതായ ഒരു കുറവുകളൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഫസ്റ്റായിട്ടുള്ള ഒരിതാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും മൈഗ്രെയിൻ്റെ തലവേദനൻ്റെ പ്രയാസപ്പെടുന്ന പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഈ നമ്മളെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചിട്ടാൽ മതി കേട്ടോ. നമ്മളെ ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഇനി ഇതിൻ്റെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് വരാം. ഇപ്പം ഇത്രേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.